ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാണ് ചോക്ലേറ്റിൻ്റെ കേക്ക്. ഇവിടെ മോന് ഇഷ്ടമായതിനാൽ ഇന്ന് ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ നമുക്കിതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു മോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ബട്ടർ ഒരു ബ്രഷിലെടുത്ത് നന്നായിട്ട് അതിൻ്റെ സൈഡിലെല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ അലൂമിനിയത്തിൻ്റെ പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഈ സ്കൂളിൽ ടിഫിനൊക്കെ കൊണ്ടുപോകുന്ന ചോറൊക്കെ കൊണ്ടുപോകുന്ന ചെറിയ പാത്രമായാലും ധാരാളമാണ്, അതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പാത്രം നമ്മൾ ബട്ടറൊക്കെ തേച്ചിട്ട് മാറ്റി വെക്കാം. അത് ലാസ്റ്റിലത്തേക്ക് മതിയല്ലോ. അപ്പോൾ ആദ്യമേ നമ്മളത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജോലി കഴിഞ്ഞിരിക്കും. ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ടുന്ന ചോക്ലേറ്റ് കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മൈദയാണ് ആദ്യം 1 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് വെക്കണം. അതൊരു 3 തവണയെങ്കിലും അരിച്ചു വെക്കണം. അത് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടും അതിനകത്ത് തരിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഈ എടുക്കുന്ന പാത്രങ്ങളിനകത്തൊന്നും വെള്ളത്തിൻ്റെ അംശമോ ഒന്നും തന്നെ ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേക്ക് ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പം ഇത് 4 ഇൻഗ്രീഡിയൻസും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 3 തവണ അരിച്ച് മാറ്റി വെക്കേണ്ടതാണ്. ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയതിന് ഞാൻ മറ്റൊരു വലിയ പാത്രത്തിലേക്ക് പൊടി മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് അരിച്ച് 3 തവണ അരിച്ചെടുത്തതാണ്. വീഡിയോയുടെ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ച് ഞാനത് ഒഴിവാക്കിയതാണ്. നന്നായിട്ട് അരിച്ചെടുത്ത മിക്സാണിത്. ഇതിൽ മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇത്രയുമാണ് ഉള്ളത്. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ മുട്ട പതപ്പിച്ച് എടുക്കണം. ഇതിനെ ഇനി ഒരു സൈഡിലായിട്ട് മാറ്റി വെക്കുക. 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് എടുക്കണം. ഞാനിവിടെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ ടൈം എടുക്കും. വിസ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ വിസ്ക് വെച്ചും ബീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ബീറ്റർ വെച്ചാണ് ഇപ്പം മുട്ട പതപ്പിക്കുന്നത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും നന്നായിട്ട് മിക്സായി ഒരു പദത്തിലെത്തി വരുമ്പം നമുക്കതിലേക്ക് കുറേശ്ശെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒറ്റ ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കരുത്. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു 3-4 തവണയായിട്ട് പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ പാത്രങ്ങളിനകത്തോ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സ്പൂണിലോ ഒന്നിലും തന്നെ വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല കേക്ക് ഉണ്ടാക്കുമ്പോൾ.
നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലർ മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ചിലർ വാനില എസൻസ് ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ലാസ്റ്റാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാറുള്ളത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒരു 80 മില്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വെർഷനാണെങ്കിൽ ഒലിവ് ഓയിൽ അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ മെൽറ്റ് ചെയ്ത് ചൂടോടെ ചേർക്കരുത്. ബട്ടർ മെൽറ്റ് ചെയ്ത് കേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഇതിലേക്ക് ഇനിയും നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ കേക്കിൻ്റെ മിക്സ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാനൊരു സ്പാച്ചുല വെച്ചാണ് ഇളക്കി കൊടുക്കുന്നത്. അത് ആ ഒരു സ്ലോ ആയിട്ട് തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 2 തവണയോ 3 തവണയോ ആയിട്ട് തന്നെ സോഫ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം. പതിയെ വേണം ഇതിനെ ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണ് ഇത്രയും സ്ലോ ആയിട്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ളതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കുന്നത് അറിയാമായിരിക്കും. അറിയാതെ കേക്ക് ഇങ്ങനെ സ്പീഡായിട്ട് ചെയ്തൊക്കെ കേക്ക് കട്ടിയായി പോകും. കേക്ക് നല്ല കട്ടിയായി പോകും. അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്ലോ ആയിട്ട് ചെയ്യണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പം നമുക്കൊരു തിക്കായിട്ട് തോന്നാം. അപ്പം നമ്മളിപ്പം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തിക്കായിട്ട് തോന്നുന്നെങ്കിൽ ഒരു 2 ടീസ്പൂൺ നന്നായിട്ട് ആറിയ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടീസ്പൂണോളം. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബട്ടറെല്ലാം ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മോൾഡ് എടുത്ത് അതിലേക്ക്
ഞാൻ ആ മിക്സ് ഒഴിക്കുകയാണ്. ഇങ്ങനെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് എനിക്കിപ്പോൾ എൻ്റെ ബാറ്റർ കിട്ടിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിനെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് അതിൻ്റെ നമുക്ക് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതായത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും മറ്റുമാണ്. എന്നിട്ട് അതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും. അടുത്ത് ഇനി ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതായത് പഴയ ഒരു കുക്കറാണിത്. ഇതിനെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. അതിലേക്ക് ഞാനൊരു റിങ് ഇറക്കി വെക്കുന്നുണ്ട്. റിങ് ഇറക്കി വെച്ചിട്ട് ആണ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിരിക്കുന്ന ആ മോൾഡ് പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നതാണ്. ഇനി ഇത് ഒരു 30 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. മുപ്പത് മിനിറ്റ് കഴിഞ്ഞു. ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. ഞാൻ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കും. 30 മിനിറ്റ് ആകുമ്പോഴത്തേന് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ ഒന്നും പറ്റുന്നില്ല, മാവൊന്നും തന്നെ ഒട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉൾഭാഗങ്ങളെല്ലാം വെന്തിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ എടുത്ത് വെളിയിൽ വെച്ചു. അത് ഇനിയും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറിയതിന് ശേഷം വേണം ഇതിൽ നിന്നും വെളിയിൽ മോൾഡിൽ നിന്നും വെളിയിൽ എടുക്കാൻ. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ടവൽ വെച്ച് അതിനെ കുറച്ച് നേരം മൂടി വെക്കും. മൂടി വെച്ചതിന് ശേഷമേ ഞാനത് വെളിയിലെടുക്കാറുള്ളൂ, ഡിമോൾഡ് ചെയ്യാറുള്ളൂ. ടിന്നിൽ നിന്നും വെളിയിലെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കേക്ക് നല്ല സോഫ്റ്റാണ്. ചോക്ലേറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കട്ട് ചെയ്ത് നോക്കാം. ഞാൻ നല്ല ചൂടോടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് ആറിയിട്ടൊക്കെ കട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ കട്ട് ചെയ്തത്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.